നമസ്കാരം. കോഴിക്കോട് പേരാമ്പ്ര കക്കരമുക്കിൽ കാറിന് തീപിടിച്ച് പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവും മരണത്തിന് കീഴടങ്ങി. പേരാമ്പ്ര സ്വദേശി രജിൻലാലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ടോടെ മരണപ്പെട്ടത്. അപകടം നടന്ന ദിവസം തന്നെ ഇയാളുടെ ഭാര്യ സോന സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചിരുന്നു. അപകടം ഒട്ടേറെ ദുരൂഹതകൾക്കും സംശയങ്ങൾക്കും വഴിവെച്ചിരുന്നു. കാറിൽ സൂക്ഷിച്ച പെട്രോൾ കത്തിയാണ് കാറിന് തീപിടിച്ചതെന്ന് പോലീസിന് നിർണായക വിവരം ലഭിച്ചിരുന്നു. മെയ് 16 രാത്രി 9 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ അപകടമുണ്ടായത്. 65% പൊള്ളലേറ്റ് രജിൻലാൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. കാർ കത്തിയതിൽ ഭർത്താവ് രജിൻലാലിന് പങ്കില്ലെന്നും അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. രജിനുമായിട്ടുള്ള വാക്കുതർക്കത്തെ തുടർന്ന് മനം നൊന്ന് സോന ആത്മഹത്യയിലേക്ക് തിരിഞ്ഞതായിരുന്നു എന്നാണ് പോലീസിന്റെ നിഗമനം. അപകടത്തിൽ മരിച്ച സോന സംഭവത്തിന് മുൻപ് പെട്രോൾ പമ്പിൽ നിന്ന് ക്യാനിൽ പെട്രോൾ വാങ്ങിയതായി പോലീസ് സ്ഥിരീകരിച്ചിരുന്നു. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. ഈ ദൃശ്യത്തിൽ പേരാമ്പ്ര കോഴിക്കോട് റോഡിലെ യത്തീംഖാനയ്ക്ക് സമീപമുള്ള പമ്പിൽ നിന്ന് പെട്രോൾ വാങ്ങി പോകുന്ന സ്ത്രീ സോനയാണെന്ന് തിരിച്ചറിഞ്ഞതായി അന്വേഷണ സംഘം വ്യക്തമാക്കിയിരുന്നു. യാത്രക്കിടയിൽ കാറിൽ നിന്ന് പെട്രോളിന്റെ മണമുണ്ടായെന്നും പെട്ടെന്ന് ശബ്ദത്തോടെ തീ ആളിപ്പടർന്നെന്നുമായിരുന്നു ആശുപത്രി കിടക്കയിൽ വെച്ച് രജിൻലാൽ മൊഴി നൽകിയത്. തുടക്കത്തിൽ സാധാരണ അപകടമെന്ന് കരുതിയ സംഭവമാണ് പിന്നീട് ഒരുപാട് ദുരൂഹതകൾ ഉയർത്തിയത്. ഫോറൻസിക് വിഭാഗം നടത്തിയ പരിശോധനയിൽ കാറിന്റെ മുൻഭാഗത്തോ ബോണറ്റിലോ പെട്രോൾ ടാങ്കിന് സമീപത്തോ തീപിടിച്ചതിന്റെ ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നില്ല. കാറിന്റെ പിൻസീറ്റിൽ മാത്രം എങ്ങനെ തീ പടർന്നു എന്നതായിരുന്നു പ്രധാന സംശയം. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത് സോനയുടെ ആത്മഹത്യ എന്ന നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരാനായത്. +2 പഠനകാലത്താണ് ഇരുവരും പരിചയപ്പെടുന്നത്. വീട്ടിൽ എതിർപ്പായിരുന്നു. വർഷങ്ങളുടെ പ്രണയത്തിനൊടുവിൽ വിവാഹം വേണ്ടെന്ന് വെക്കുകയും ഇതിനിടയിൽ രജിൻ മറ്റൊരു യുവതിയെ വിവാഹം കഴിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. ഇത് സോനയെ മാനസികമായി തളർത്തി. തുടർന്ന് ആത്മഹത്യ ചെയ്യാൻ വടകര റെയിൽവേ സ്റ്റേഷനിലെത്തിയ സോനയെ റെയിൽവേ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു. രജിൻ പാലേരിയിൽ തന്നെയുള്ള യുവതിയെ വിവാഹം ചെയ്യാനായിരുന്നു തീരുമാനിച്ചിരുന്നത്. ഇത് സോന എതിർക്കുകയും നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്ത ശേഷമാണ് രജിൻലാൽ സോനയെ വിവാഹം ചെയ്യുന്നത്. വിവാഹശേഷം വീണ്ടും ഇരുവരുടെയും ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ ഉണ്ടായതായിട്ടാണ് കുടുംബങ്ങൾ പറയുന്നത്. രജിൻലാൽ ഗൾഫിൽ പോയ ശേഷം സോനയ്ക്ക് ചെറുവണ്ണൂരിലെ ഭർത്തൃവീട്ടിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നുവെന്നാണ് സോനയുടെ കുടുംബത്തിന്റെ ആരോപണം. മകൾ ഭർത്തൃവീട്ടിൽ പല ദിവസങ്ങളും പട്ടിണിയിലായിരുന്നുവെന്ന് സോനയുടെ അമ്മ ആരോപിക്കുന്നു. ഗർഭിണിയായ ശേഷം സോനയെ രജിൻലാൽ കടുത്ത രീതിയിൽ സംശയിച്ചിരുന്നുവെന്നും കുടുംബം ആരോപിക്കുന്നു. വയറ്റിലുള്ള കുഞ്ഞ് തൻ്റേതാണോ എന്ന് ഉറപ്പുവരുത്താൻ പ്രസവശേഷം DNA പരിശോധന നടത്തണമെന്ന് രജിൻ ആവശ്യപ്പെട്ടിരുന്നുവെന്നും ഇത് സോനയെ മാനസികമായി തകർത്തുവെന്നും കൂടാതെ രജിൻലാലിന് മറ്റൊരു സ്ത്രീയുമായി അവിഹിത ബന്ധമുണ്ടെന്നും തന്നെ ചതിക്കുകയാണെന്ന് സോന കരഞ്ഞുകൊണ്ട് പറഞ്ഞതായും സോനയുടെ ഇളയമ്മയുടെ മകൾ അശ്വതി വെളിപ്പെടുത്തിയിരുന്നു. മരണ ദിവസം ഉച്ചയ്ക്ക് 12 മണി മുതൽ രാത്രി 7 മണി വരെ സോന ഇളയമ്മയുടെ വീട്ടിലായിരുന്നു. എന്തായാലും രജിൻലാൽ മരിച്ചതോടെ ഇരുവർക്കുമിടയിൽ അന്നേ ദിവസം എന്താണ് സംഭവിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതായിരിക്കുകയാണ്. രാത്രി 9 മണിയോടെ കക്കരമുക്ക് ജംഗ്ഷന് സമീപത്തായിരുന്നു കാറിന് തീപിടിച്ചത്. വാഹനം ഓടിച്ച രജിൻലാൽ സമീപത്തെ തോട്ടിലേക്കാണ് എടുത്തു ചാടിയിരുന്നത്. എന്നാൽ പിൻസീറ്റിൽ തന്നെ ഇരുന്ന സോന തീപിടിച്ച് മരിക്കുകയായിരുന്നു. യുവതിയുടെ വീട്ടുകാരുടെ ആരോപണം ഉണ്ടായതിനെ തുടർന്നാണ് സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചത്. അതേസമയം സോനയുമായി പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നാണ് രജിൻലാലിന്റെ പിതാവ് രാജൻ വ്യക്തമാക്കുന്നത്. സോനയുടെ കുടുംബത്തിന്റെ ആരോപണം രാജൻ പൂർണ്ണമായി തള്ളുകയാണ്. 3 വർഷമായി വളരെ സന്തോഷത്തോടെയാണ് ഇരുവരും കഴിഞ്ഞിരുന്നതെന്നും അദ്ദേഹം പറയുന്നു. സോന വലിയ ദുരിതങ്ങളാണ് നേരിട്ടതെന്ന് കുടുംബം പറയുന്നുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ലെന്നും രാജൻ ചോദിച്ചിരുന്നു. 3 വർഷമായി സോനയെ അന്വേഷിക്കാത്തവരാണെങ്കിൽ ഇവിടെ പ്രശ്നമുണ്ടെങ്കിൽ ഒരു ദിവസമെങ്കിലും വന്ന് അന്വേഷിക്കേണ്ടതല്ലേ എന്നും രാജൻ ചോദിച്ചിരുന്നു.